മധുര പദാർത്ഥങ്ങൾ ഗണ്യമായിട്ട് കുറയ്ക്കുക. മധുരവും പുളിയാണ് കൃമി വർദ്ധിക്കാനായിട്ട് ഇടയാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. സാധാരണ രോഗികൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് സോറിയാസിസുകാർക്കുള്ള ഭക്ഷണക്രമം ഏതാണെന്ന് ഉള്ളത്. ഒരു ടൈപ്പ് ഓഫ് സോറിയാസിസ് എന്ന് പറയുന്നത് അസിഡിറ്റി മൂലമാണ്. അതായത് വളരെ മേജർ, അതായത് ഒരു 100 രോഗികളുണ്ടെങ്കിൽ ഒരു 50-60% രോഗികളുടെയും സോറിയാസിസിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. ഇവർക്കുണ്ടാകുന്ന അസിഡിറ്റി ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കാൻ വൈകിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് എരിവ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഗ്യാസ് ഉണ്ടാവുക, എരിവ് കഴിച്ചാൽ വയറിളകി പോവുക, അല്ലെങ്കിൽ പുളി കഴിച്ചാൽ വയറിളകി പോവുക, പുളി കഴിച്ചാൽ ഗ്യാസ് വന്ന് വീർക്കുക, ഇത്തരത്തിലെല്ലാം ഉള്ളവർക്ക് അസിഡിറ്റി ഉള്ള വയറാണ് അല്ലെങ്കിൽ ഉദരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ അസിഡിറ്റി ഉള്ളവർക്ക് ഉള്ള ഭക്ഷണക്രമം മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. മറ്റ് പല വകഭേദങ്ങൾക്കും പലതരം ഭക്ഷണക്രമങ്ങളുണ്ട്. ഇപ്പോൾ അസിഡിറ്റി ഉള്ള വ്യക്തിക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ അവർ ഈ ഭക്ഷണം ഒഴിവാക്കേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് ചായ, കോഫി, അച്ചാറ്, പപ്പടം, ബിസ്ക്കറ്റ്സുകൾ, അല്ലെങ്കിൽ എരിവുള്ള തരം മിക്സ്ചറുകൾ, ചെറുനാരങ്ങ, ഓറഞ്ച്, മുസമ്പി, പൈനാപ്പിൾ, ഗ്രേപ്പ്, മാംഗോ, വാട്ടർമെലൺ, ഇത്തരത്തിൽ പുളിയുള്ള ഫ്രൂട്ട്സുകൾ ഒഴിവാക്കുക. തേൻ ഒഴിവാക്കുക. തേൻ എപ്പോഴും വയറിലെ അസിഡിറ്റിയെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ദഹിച്ചു കഴിഞ്ഞാൽ ഉഷ്ണത്തെ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണപദാർത്ഥമായിട്ട് പറയുന്നു. തേൻ ഒഴിവാക്കുക. തൈര്, മോര്, അതായത് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, തൈര്, മോര്, പനീർ, ഇത്തരത്തിലുള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ. കുറച്ചും കൂടി പറയുകയാണെങ്കിൽ, അത്ര ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇഡ്ഡലി, ദോശ, അപ്പം പോലെ ഫെർമെൻറ്റേഷൻ കഴിഞ്ഞുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ചിലതരം പച്ചക്കറികൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കാബേജ്, കോളിഫ്ലവർ, ബീട്രൂട്ട്, ഡേറ്റ്സ്, മുരിങ്ങയില, വഴുതനങ്ങ, ചുരയ്ക്ക പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ അലർജി മൂലം അല്ലെങ്കിൽ അസിഡിറ്റി മൂലമുള്ള സോറിയാസുകാരിൽ വർധന ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ ചില മത്സ്യങ്ങൾ പറയുകയാണെങ്കിൽ ചെമ്മീൻ, അയില, കുടുത എന്നൊക്കെ പറയുന്ന പുളിയുള്ള തരം മീനുകൾ ഒക്കെ ഒഴിവാക്കുക. ഈ രോഗം ഭയങ്കരമായിട്ട് മൂർച്ഛിക്കുന്ന അവസരത്തിലാണെങ്കിൽ കടൽ മത്സ്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നമുക്ക് പുഴ മത്സ്യങ്ങളും ഡാം മത്സ്യങ്ങളും കഴിക്കാം. അതുപോലെ തന്നെ മാംസങ്ങളിലാണെങ്കിൽ ചൂടുള്ള തരം ശരീരപ്രകൃതിക്കാരിൽ ചിക്കനും കാടയും കാടമുട്ടയും കോഴിമുട്ടയും ഒഴിവാക്കുക. പകരം താറാവ്, ആട്, താറാമുട്ട, ഇത്തരം ഭക്ഷണപദാർത്ഥങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ്. ഈ പറഞ്ഞത് അസിഡിറ്റി മൂലം ഉണ്ടാകുന്ന സോറിയാസിസിൽ ഉപയോഗിക്കേണ്ട ഭക്ഷണക്രമമാണ്, ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ്. മറ്റൊരു തരം ഗ്രൂപ്പ് ഓഫ് സോറിയാസിസ് വരുന്ന രോഗികൾ എന്ന് പറയുന്നത് കഴിച്ച ഭക്ഷണം ദഹിക്കാതിരിക്കുക, എന്ത് കഴിച്ചാലും ഗ്യാസ് വരുന്നു, അല്ലെങ്കിൽ എന്ത് കഴിച്ചാലും തടി വെച്ച് വീർക്കുന്നു എന്ന് പറയുന്ന വ്യക്തികളിൽ വരുന്ന, അവരുടെ ശരീരപ്രകൃതി പൊതുവെ തണുപ്പായിരിക്കും. ഇത്തരത്തിൽ ഉള്ള വ്യക്തികളിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം എന്ന് പറയുന്നത്, ഏറ്റവും ദഹിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നട്ട്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരീരത്തിൽ ദഹിക്കാനായിട്ട്. അതായത് അപ്പോൾ അത്തരം സോറിയാസിസ് ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, വാൽനട്ട് പോലെയുള്ള നട്ട്സുകൾ ഒഴിവാക്കുക. കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് എസ്പെഷ്യലി ദഹിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട് താറാമുട്ടയാണ്. താറാമുട്ട ഒഴിവാക്കുക. പിന്നെ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തപ്പഴമൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പിന്നെ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, ബിരിയാണി പോലെയുള്ള ധാരാളം നെയ്യ് ചേർത്തിട്ടുള്ള സാധനങ്ങൾ, ഇത്തരത്തിൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനങ്ങൾ, അതായത് ഭൂമിക്ക് അടിയിലുള്ള പച്ചക്കറികൾ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ, ചേന, അത്തരത്തിലുള്ള ഭൂമിക്ക് ഉരുളക്കിഴങ്ങ് പോലെയുള്ള ഭൂമിക്ക് അടിയിലുള്ള പച്ചക്കറികൾ ഒഴിവാക്കുക. ഇത്തരത്തിലുള്ള എണ്ണയുടെ എല്ലാ പ്രയോഗങ്ങളും ഒരു ദഹന വ്യവസ്ഥയെ ബാധിക്കുന്ന, ലിവറിൻ്റെ പ്രവർത്തനം നന്നായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സോറിയാസിസ് വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലിവർ സംബന്ധമായ പ്രോബ്ലം ഉള്ളവരൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ചിലവർ അമിതമായിട്ടുള്ള കൃമിശല്യം ഉണ്ട്, നമ്മൾ വിചാരിക്കുന്നതിന് അധികമായിട്ട് കൃമിശല്യം ഉള്ള സോറിയാസുകാരുണ്ട്. അത്തരക്കാർ ഒഴിവാക്കേണ്ടത് മധുര പദാർത്ഥങ്ങൾ ഗണ്യമായിട്ട് കുറയ്ക്കുക. മധുരവും പുളിയാണ് കൃമി വർദ്ധിക്കാനായിട്ട് ഇടയാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് പറയും. അപ്പോൾ പായസം പോലെയുള്ളത്, മധുര പലഹാരങ്ങൾ, അച്ചാറ് പോലെയുള്ള പുളിയുള്ള സാധനങ്ങൾ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ
ചായ, അസിഡിറ്റി, പുളി, ഇപ്പം അസിഡിറ്റി വന്നാലും പുളിയാണ്, അസിഡിറ്റിയുള്ള ശരീരത്തിലും കൃമി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്ന ആദ്യ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ചായ, കോഫി പോലെയുള്ള സാധനങ്ങളും നമ്മൾ അത്തരത്തിൽ കൃമിയുള്ളവരെ ഒഴിവാക്കേണ്ടതാണ്. മാനസിക സംഘർഷം മൂലം സോറിയാസിസ് അനുഭവിക്കുന്നവരുണ്ട്. അത്തരക്കാരെ ഒഴിവാക്കേണ്ടത് എന്ന് പറയുന്നത് എപ്പോഴും എരിവും പുളിയാണ് മാനസിക രോഗത്തെ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ മാംസാഹാരം മാനസിക രോഗത്തെയൊക്കെ വർദ്ധിപ്പിക്കുന്നു പറയും. അത്തരത്തിൽ മാനസിക സംഘർഷം മൂലം സോറിയാസിസ് ഉള്ള വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള എരിവും പുളിയും ഗണ്യമായി കുറയ്ക്കുകയും ഫ്രഷ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അവരെ മാനസിക ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുമെന്ന്, അതായത് ഭക്ഷണം പാകം ചെയ്ത ഉടനെ തന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അവരെ മാനസിക ബലത്തെ വർദ്ധിപ്പിക്കുമെന്നൊക്കെ പറയും. അതുകൊണ്ട് എരിവുള്ളതും മാംസാഹാരങ്ങളും ഒഴിവാക്കുക. മദ്യം പോലെയുള്ള അത് ഏത് സോറിയാസിസ് ആണെങ്കിലും ഒഴിവാക്കേണ്ടതാണ്. മദ്യം പോലെയുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ എന്തായാലും എല്ലാവരും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈവൻ നമുക്ക് മരുന്നില്ലാതെ പോലും ഭക്ഷണ ക്രമീകരണം കൊണ്ട് മാത്രം നമുക്ക് ഈ സോറിയാസിസ് എന്ന് പറയുന്ന രോഗത്തെ മാറ്റിയെടുക്കാം. അതായത് അസിഡിറ്റി ഉള്ളവർക്കാണെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ആൽക്കലൈൻ വാട്ടർ കിട്ടും, ആൽക്കലൈൻ ആയിട്ടുള്ള കുമ്പളങ്ങിയ ജ്യൂസ്, കുക്കുംബർ ജ്യൂസ്, അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നതിലൂടെയൊക്കെ തന്നെ ഈവൻ മരുന്നില്ലാതെ പോലും സോറിയാസിസ് ഗണ്യമായിട്ട് ശമിച്ച് ഒരുപാട് രോഗികളിൽ കുറഞ്ഞ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ഈ ഒരു സോറിയാസിസിൻ്റെ ഒരു ആദ്യഘട്ട ചികിത്സ സ്വയം നമുക്ക് ആരംഭിക്കാവുന്നതാണ്.